ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ഉത്തരവിനെതിരെ ഇലോൺ മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് കോടതിയിലേക്ക്. സർക്കാർ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് വാദം. IT നിയമത്തിലെ സെക്ഷൻ 79 പ്രകാരം ഉള്ളടക്കം നീക്കം ചെയ്യാനാണ് സർക്കാർ ഉത്തരവിട്ടത്. ഇതിനെതിരെ എക്സ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഉള്ളടക്കം തടയുന്നതിനുള്ള 2015 സുപ്രീം കോടതി വിധിയെ സർക്കാർ ഉത്തരവ് ലംഘിക്കുന്നുവെന്ന് എക്സ് വാദിക്കുന്നു. വിധി പ്രകാരം കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലോ IT നിയമം സെക്ഷൻ 69 പ്രകാരം വിവരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ചോ മാത്രമേ ഉള്ളടക്കം നീക്കം ചെയ്യാവൂ. സർക്കാരിന്റെ നടപടികൾ ഏകപക്ഷീയവും നിയമവിരുദ്ധവും ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് ഹർജിയിൽ വാദിക്കുന്നു. ഉള്ളടക്ക നിയന്ത്രണ ചട്ടങ്ങൾ സംബന്ധിച്ച് ആഗോള ടെക് കമ്പനികളും ഇന്ത്യൻ ഗവൺമെന്റും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് ഈ കേസ് ആക്കം കൂട്ടും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർടെല്ലിന് നേട്ടം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് സൈറ്റുകൾ എയർടെല്ലിന്. കേരളത്തിൽ ആകെ സൈറ്റുകളുടെ എണ്ണം 11,000-ന് അടുത്തെത്തി. കേരളത്തിലെ നെറ്റ്വർക്ക് വിപുലീകരിച്ചതോടെ ഭാരത് എയർടെല്ലിന് നേട്ടം. സംസ്ഥാനത്ത് എയർടെല്ലിന്റെ ആകെ സൈറ്റുകളുടെ എണ്ണം 11,000-നടുത്തെത്തി. കഴിഞ്ഞ 2 വർഷത്തിനിടെ 2,500-ഓളം പുതിയ സൈറ്റുകൾ തുടങ്ങാൻ എയർടെല്ലിനായി എന്നതും നേട്ടമാണ്. ഇതോടെ മറ്റ് ടെലികോം ഓപ്പറേറ്റർമാരെക്കാൾ കൂടുതൽ സൈറ്റുകളുമായി എയർടെൽ കേരളത്തിലെ മുൻനിര ടെലികോം കമ്പനിയായി മാറുകയാണ്. നെറ്റ്വർക്ക് ഓഗ്മെന്റേഷനിൽ നടത്തിയ ഗണ്യമായ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട ബ്രൗസിംഗ് വേഗത, ശബ്ദ നിലവാരം, വീഡിയോ എക്സ്പീരിയൻസ്, ലൈവ് വീഡിയോ അനുഭവം, അപ്ലോഡ് വേഗത എന്നിവയിൽ ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെട്ടതായി ഭാരതി എയർടെൽ അവകാശപ്പെട്ടു. സംസ്ഥാന ഹൈവേകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബീച്ചുകൾ, കായലുകൾ, മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങി കാൽനടക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കേരളത്തിലുടനീളമുള്ള സ്ഥലങ്ങളിൽ തടസ്സമില്ലാതെ എയർടെൽ സേവനം ലഭ്യമാണെന്നും കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബെറ്റിംഗ് ആപ്പുകൾക്ക് പ്രചാരം നൽകി 25 സെലിബ്രിറ്റികൾക്കെതിരെ കേസെടുത്ത തെലങ്കാന പോലീസ്. നിയമവിരുദ്ധമായ ബെറ്റിംഗ് ആപ്പുകൾക്ക് പ്രചാരം നൽകിയതിന്റെ പേരിൽ 25 സെലിബ്രിറ്റികൾക്കെതിരെ കേസെടുത്ത് തെലങ്കാന പോലീസ്. റാണ ദഗുബട്ടി, വിജയ് ദേവരക്കൊണ്ട, മഞ്ജു ലക്ഷ്മി തുടങ്ങി അറിയപ്പെടുന്ന നിരവധി താരങ്ങൾക്കെതിരെയാണ് കേസ്. വ്യവസായിയായ ഫനീന്ദ്ര ശർമ്മ നൽകിയ പരാതിയിലാണ് താരങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിനിമാ താരങ്ങളെ കൂടാതെ ഇൻഫ്ലുവൻസർമാരും പട്ടികയിലുണ്ട്. പ്രണീത, നിധി അഗർവാൾ, അനന്യ ഗഗന്നല്ല, സിരി ഹനുമനു, ശ്രീമുഖി, വസന്തി കൃഷ്ണൻ, ശോഭ ഷെട്ടി, ബന്ദാരു ശേഷായനി സുപ്രിത എന്നിവരും പട്ടികയിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.